നമസ്കാരം, ഞാൻ മെൽവിനാണ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പൊ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കക്കും കരളും വരട്ടിയത്. അതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം. അപ്പൊ ഉണ്ടാക്കുന്നത് മെറിനാണ്, ഞാനല്ല. അപ്പോൾ നമുക്ക് വേറെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ. ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം എന്തൊക്കെയാണ് ഐറ്റംസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കക്കും കരളും ഒരു 1/2 kg ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ സവോള, പിന്നെ വെളുത്തുള്ളി നമ്മൾ ചതച്ചിട്ടാണ് ഇടേണ്ടത്. ഇപ്പോൾ അരിഞ്ഞു വെച്ചിട്ട് ചതച്ചിട്ടിടണം. പിന്നെ ഇഞ്ചി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, ജീരകപ്പൊടി, നല്ല ജീരകം കേട്ടോ. പിന്നെ മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ വേപ്പില, പിന്നെ മസാലപ്പൊടി. ഇത്രയാണ് നമ്മുടെ ആവശ്യമുള്ള സാധനങ്ങൾ. അപ്പോൾ നമ്മൾ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ച നമ്മുടെ കക്കും കരളും ഒരു കുക്കറിലേക്ക് നമ്മൾ ഇടുകയാണ്. ഇതിട്ട് കഴിഞ്ഞ് നമ്മളിങ്ങനെ അടുത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ അടുത്ത് ചേർക്കേണ്ടത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി നമുക്ക് ആവശ്യത്തിന് ചേർക്കാം. പിന്നെ നമുക്ക് ചേർക്കേണ്ടത് ഉപ്പാണ്. ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ചേർക്കാം. അപ്പോൾ നിങ്ങൾക്ക് സ്പൈസി കൂടുതൽ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുരുമുളക് പൊടി അതനുസരിച്ച് കൂടുതൽ ചേർക്കാം. ഇനി ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും എത്തിക്കോട്ടെ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളൊരു 4 വിസിലടിച്ച് കഴിഞ്ഞാൽ ഈ സംഭവം നന്നായി വെന്ത് കിട്ടും. അപ്പോൾ 4 വിസിലടിച്ച് കഴിഞ്ഞെങ്കിൽ നമുക്ക് തുറക്കാം. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. മറ്റേ കുരുമുളകിൻ്റെ ഒരു ഫ്ലേവർ സ്മെല്ല് വരുന്നുണ്ട്. ഒന്ന് ചെറുതായി ഒന്ന് ഇളക്കി നോക്കാം. അപ്പോൾ കുഴപ്പമില്ല കേട്ടോ, സംഭവം കാണുമ്പോൾ തന്നെ അറിയാവുന്ന വെന്തിട്ടുണ്ട് എന്നുള്ളത്. ഇനി നമുക്ക് ഒരു ചീഞ്ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ചൂടായി നമ്മുടെ അരിഞ്ഞ് വെച്ച സവോള അതിലേക്ക് ഇടാം. സവോള നന്നായിട്ട് ഇളക്കി നമുക്ക് വഴറ്റിയെടുക്കണം. നല്ല രീതിയിൽ നമുക്ക് വഴറ്റിയെടുക്കണം. ഇതിനെ കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം. ഇനി നമുക്ക് ഇഞ്ചി ചേർക്കാം. ഇഞ്ചി ചതച്ചിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ അരിഞ്ഞ് വെച്ചിട്ട് ചതച്ചിട്ടാണ് നമ്മൾ അതിലേക്ക് ഇടുന്നത്. പിന്നെ നമ്മൾ ഇടേണ്ടതെന്ന് പറഞ്ഞാൽ വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളിയും ചതച്ചിട്ടുണ്ട്. നല്ല ശരിക്കും അതിൻ്റെ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടുള്ളൂ. നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അടുത്ത് നമുക്ക് വേപ്പിലിടാം. ഇനി കുറച്ച് നമുക്ക് മഞ്ഞൾ ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് മഞ്ഞളിടാം. നന്നായി ഇളക്കാം. അടുത്ത് നമ്മൾ മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് മല്ലിപ്പൊടി ഇടാം. വീണ്ടും ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത് മുളക് പൊടിയാണ്. മുളക് പൊടി നമുക്ക് ആവശ്യത്തിന് ചേർക്കാം. അടുത്ത് നമ്മൾ ചേർക്കുന്നത് അല്പം കുരുമുളക് പൊടിയാണ്. അത് നമ്മൾ മുന്നിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഫ്ലേവറിന് കുറച്ചും കൂടി നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അടുത്ത നമ്മൾ ചേർക്കുന്നത് മസാലപ്പൊടിയാണ്. മസാലപ്പൊടി നമുക്ക് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. അടുത്ത് നമ്മൾ ചേർക്കുന്നത് ജീരകപ്പൊടിയാണ്. അതും ചെറുതായിട്ടൊന്ന് വിതറി കൊടുക്കാം. ഈ ജീരകപ്പൊടി ചേർക്കുമ്പോൾ ശരിക്കും ഒരു മരുന്ന് വെപ്പിൻ്റെ ശരിക്കും ഒരു ഫ്ലേവർ ശരിക്കും കിട്ടും നമുക്ക്. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ കക്കും കരൾ ഇതിലേക്ക് പകർത്തി ഒഴിക്കുകയാണ് വേണ്ടത്. നമ്മൾ ഇത് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ സവോള ഒരിക്കലും ഓവറായിട്ട് ഇടരുത്. ഓവറായിട്ട് ഇട്ടാൽ നമുക്ക് ഇതിൻ്റെ ശരിക്കുള്ളൊരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. സവോളയുടെ ടേസ്റ്റാണ് മുന്നിൽ നിൽക്കുക. അപ്പോൾ നമ്മൾ സവോള ആവശ്യത്തിന് നമ്മൾ എപ്പോഴും ഇടാൻ പാടുള്ളൂ. നമ്മൾ കുറച്ചും കൂടി കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടി സ്പൈസി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ചും കൂടി നമ്മൾ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ കക്കും കരളൊക്കെ ഓൾമോസ്റ്റ് വരട്ടി വന്നിട്ടുണ്ട്. മെറിനാണ് നമ്മുടെ ഇന്നത്തെ കുക്ക്, ഇത് പ്രത്യേകം പറയണം. അപ്പോൾ അവൾക്ക് നല്ല കൈപ്പുണ്യൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാം റെഡിയായി. നമ്മൾ ജസ്റ്റ് മുകളിൽ കുരുമുളക് പൊടി ഒന്ന് വിതറി കൊടുക്കുക. പിന്നെ വേറെ ഒന്നും ചെയ്യണ്ട. നമുക്കിങ്ങനെ ഒരു പാത്രത്തിലേക്ക് പകർത്താണ് നമുക്ക് വേണ്ടത്. ഇനി നമ്മുടെ ഈ കറിയുടെ കളർ കണ്ടാൽ തന്നെ അറിയാം സംഭവം കിട്ടുക എന്നുള്ളത്. ഈ നമ്മുടെ ഷാപ്പിലൊക്കെ കേൾക്കില്ലേ, അതേ സെയിം ഫ്ലേവറാണ് ശരിക്കും ഇപ്പോൾ ഈ കറിക്കുള്ളത്.
അപ്പോൾ നമുക്കിത് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. സവാളയും മല്ലിയിലയും വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്കിത് ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞ് നേരെ മമ്മിക്ക് കൊടുക്കാം. മമ്മിയാണ് നമ്മുടെ ഫുഡ് ഇന്നത്തെ ടേസ്റ്റ് ചെയ്യുന്നത്. മമ്മി ആകുമ്പോൾ കറക്റ്റ് പറയും. അപ്പോൾ മമ്മി സ്റ്റാർട്ട് ചെയ്തോ? സംഭവം എങ്ങനെയുണ്ടെന്ന് നോക്കി നോക്ക്. ടേസ്റ്റ് ഉണ്ടോന്ന് അറിയാലോ. ടേസ്റ്റ് ഉണ്ടാവണ്ടെടുക്കാൻ വഴിയൊന്നുമില്ല. ഇത് കക്കും കരളും പല സ്ഥലങ്ങളിൽ പല പേരിലാണ് അറിയപ്പെടുന്നത്. ഇതിപ്പോ മാങ്ങ് അതുപോലെ ലിവർ. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് നമ്മൾ കക്കും കരളെന്ന് പറയണത്. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടാ? ജീരകൊക്കെ നല്ല അടിപൊളി ഒരു മരുന്ന് വെപ്പിന്റെ ഒക്കെ ഒരു ചെറിയൊരു ടേസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാല് ഇപ്പൊ പല്ലില്ലാത്തവർക്കൊക്കെ തിന്നെ. മമ്മിക്ക് വയസ്സായെങ്കിൽ പല്ലിനൊക്കെ ഇതൊരു പ്രശ്നമായി തുടങ്ങി. അപ്പൊ അവർക്ക് തിന്നാൻ സുഖമാണെന്നാണ് ഇപ്പൊ മമ്മി ഉദ്ദേശിക്കുന്നത്. എന്നുവെച്ചാൽ വയസ്സായവർക്ക് ഇങ്ങനത്തെ സോഫ്റ്റ് ആയിട്ട് സംഭവങ്ങൾ കഴിക്കാൻ സുഖമല്ല. അതുകൊണ്ട് അല്ലേ? അപ്പൊ സംഭവമൊക്കെ കിടിലനായി. അപ്പൊ നമ്മുടെ ചാനല് ആദ്യമായിട്ട് കാണുകയും ചെയ്ത് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യാം. അപ്പം അടുത്ത വീഡിയോയിലാണ്. അതായിരിക്കും. ബൈ ബൈ.